ഇങ്ങനെ ആകരുത്. ഞങ്ങളുടെ ഇവിടെ 2020 എന്ന് പറയുന്ന ഒരു ഭരണകൂടമുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ. നമ്മൾ സാധാരണ 25 രൂപയ്ക്ക് 23 രൂപയ്ക്ക് മേടിക്കുന്ന പാല് ആ പഞ്ചായത്തിലുള്ളവർക്ക് 5 രൂപയ്ക്ക് കൊടുക്കും ആ സൂപ്പർ മാർക്കറ്റിൽ. അങ്ങനെ വില കുറഞ്ഞ് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വില കുറച്ചാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ MP ഒക്കെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഞാൻ കേൾക്കാനിടയായ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ പാർട്ടിയുടെ ആളല്ല. സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥികൾ സാധാരണ ഇവർ ചിന്തിച്ചു ഇതൊക്കെ ഇവർ ചെയ്തപ്പോൾ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവരൊക്കെ വോട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചു. പക്ഷേ വോട്ട് റിസൾട്ട് വന്നപ്പോൾ ഇവരുടെ പാർട്ടി തോറ്റു. കാരണം ഈ ജനം ഇവർ കൊടുക്കുന്നത് തിന്നിട്ട് വോട്ട് ചെയ്തത് മറ്റേ വേറെ പാർട്ടിക്ക്. പിടുത്തം കിട്ടിയ അതുകൊണ്ട് അവരിപ്പോൾ തൽക്കാലം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പഞ്ചായത്തുള്ളവർക്ക് എല്ലാവരും കാർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് മേടിക്കാൻ. ആ കാർഡ് എവിടെയെങ്കിലും മേടിക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ യേശുവിനെ സ്നേഹിക്കാൻ പോയാൽ ഒരു കാര്യവും നടക്കൂല. മനസ്സിലായ? പേരിന് നോക്കുമ്പോൾ നമ്മളൊക്കെ 2020 ആള്, പക്ഷെ ശരിക്കും ഉള്ളിൽ അതല്ല താനും. പിടുത്തം കിട്ടിയ അരിയും ഗോതമ്പും മുട്ടയും പാലും കിട്ടാൻ വേണ്ടി 2020 ആള്, ഉള്ളിൽ അതല്ല. കാര്യത്തോടെടുക്കുമ്പോൾ വേറെ ആൾക്ക് വോട്ട് ഇതേപോലെ. ഇത് ഭൗതിക മണ്ഡലം, അത് ഞാനുമായിട്ട് ഒരു ബന്ധം ഇല്ല. ആത്മീയ മണ്ഡലത്തിൽ പേരിൽ ഞാൻ ക്രിസ്തുവിന്റെ ആള്, പക്ഷെ ഉള്ളിൽ അങ്ങനെ അല്ലതാനും. എൻ്റെ മക്കളെ, ഈ ഓപ്പറേഷൻ നിങ്ങൾ വർക്ക് ചെയ്യില്ല. മനസ്സിലായോ? 2020 യജമാനന്മാരെ പോലെ അല്ല ക്രിസ്തു. ഹൃദയങ്ങളെ അറിയാം. ഈ ഓപ്പറേഷൻ നമ്മളിൽ വർക്ക് ചെയ്യില്ല. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സകല മനുഷ്യരിലും അരിഷ്ടനാണ്.